എറണാകുളം മഹാരാജാസ് കോളേജിന് 4 വർഷം മുൻപ് ഓട്ടോണമസ് പദവി നഷ്ടമായത് മറച്ചുവെച്ച് പ്രവേശനത്തിലും പരീക്ഷാ നടത്തിപ്പിലും വൻ ക്രമക്കേട് നടത്തിയെന്ന വിവരം പുറത്ത്. ഇതോടെ കോളേജ് ഇക്കാലയളവിൽ നടത്തിയ പരീക്ഷകളും നൽകിയ സർട്ടിഫിക്കറ്റുകളും അസാധുവാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. BA പരീക്ഷ വിജയിക്കാത്ത SFI നേതാവ് PM ആർഷോയ്ക്ക് MA ക്ലാസ്സിൽ പ്രവേശനം നൽകിയ മഹാരാജാസ് കോളേജിന് 2020 വരെ മാത്രമേ ഓട്ടോണമസ് പദവി UGC നൽകിയിട്ടുള്ളൂ. 2021 മുതൽ കോളേജ് പ്രവർത്തിക്കുന്നത് UGCയുടെ അംഗീകാരം ഇല്ലാതെയാണ്. ഇത് പരിശോധിക്കാതെ പ്രിൻസിപ്പലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ MG യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ നൽകിയത് അസാധുവാകും. ഇതോടെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായി. മഹാരാജാസിന് UGCയുടെ തുടർ അംഗീകാരം തന്നെ ഇല്ലെന്നത് മറച്ചുവെച്ചാണ് യൂണിവേഴ്സിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. സിലബസ് അംഗീകരിക്കുന്നതും ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തിപ്പും മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും കോളേജിൽ തന്നെയാണ് നടത്തുന്നത്. ഇത് ഒരു വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപമാണ് വ്യാപകമായി ഉയർന്നിരിക്കുന്നത്. BA വിജയിക്കാത്ത SFI നേതാവ് ആർഷോ ഇത്തരത്തിലാണ് MAക്ക് പ്രവേശനം നേടിയതെന്ന പരാതി നിലവിലുണ്ട്. അഫിലിയേഷൻ നൽകിയിട്ടുള്ള MG സർവകലാശാലയും മഹാരാജാസ് കോളേജ് അധികൃതരും അംഗീകാരം നഷ്ടപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെച്ചത് പരീക്ഷാ നടത്തിപ്പിൽ വ്യാപകമായ തിരിമറിക്കാണ് വഴിതെളിച്ചത്. കോളേജിന്റെ അംഗീകാരം പുതുക്കുന്നതിനുള്ള നടപടികളോ UGCയുടെ കോളേജ് തല പരിശോധനയോ ഉണ്ടായിട്ടില്ല. കോളേജ് പ്രിൻസിപ്പൽ MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്നിട്ടും യൂണിവേഴ്സിറ്റി ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാനും തയ്യാറായില്ല. 2014 UDF സർക്കാരാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനും എറണാകുളം മഹാരാജാസ് കോളേജിനും ഓട്ടോണമസ് പദവി നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പരിശോധനയ്ക്കെത്തിയ UGC സംഘത്തെ SFI വിദ്യാർത്ഥികളും ഒരു വിഭാഗം അധ്യാപകരും തടഞ്ഞതിനെ തുടർന്ന് പരിശോധന നടത്താതെ അവർ മടങ്ങുകയായിരുന്നു. എന്നാൽ മഹാരാജാസ് കോളേജിൽ പരിശോധന നടത്തി കോളേജിന് 2020 വരെ ഓട്ടോണമസ് പദവി നൽകി. ആദ്യം SFIയും ഒരു വിഭാഗം അധ്യാപകരും എതിർത്തുവെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ അവർ നിലപാട് മാറ്റി. അതോടെ കോളേജ് ഭരണത്തിലും പരീക്ഷാ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും വിദ്യാർത്ഥികളുടെ ഇടപെടൽ ശക്തമായി. കോളേജ് പ്രവേശനത്തിലും പരീക്ഷാ നടത്തിപ്പിലും ഫലപ്രഖ്യാപനത്തിലും വ്യാപകമായ കൃത്രിമം നടന്നതായി നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ചില സ്വകാര്യ ഓട്ടോണമസ് കോളേജുകൾക്ക് UGCയുടെ തുടർ അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ MG യൂണിവേഴ്സിറ്റി നിശ്ചയിച്ച ഭീമമായ വാർഷിക ഫീ അടയ്ക്കാൻ കോളേജ് അധികൃതർ വിസമ്മതിച്ചതിന്റെ പേരിൽ തുടർ അംഗീകാര ഉത്തരവ് MG യൂണിവേഴ്സിറ്റി തടഞ്ഞുവച്ചിരിക്കുകയാണ്. അതിനിടെയാണ് UGCയുടെ തുടർ അംഗീകാരമില്ലാതെ മഹാരാജാസ് കോളേജ് പ്രവർത്തിച്ചത്. മഹാരാജാസ് കോളേജിന്റെ ഓട്ടോണമസ് പദവി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കോളേജിനെ MG യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും MGVCക്കും നിവേദനം നൽകി. കോളേജിലെ 2021 ശേഷമുള്ള വിദ്യാർത്ഥി പ്രവേശനം, ക്ലാസ് കയറ്റം, പരീക്ഷാ നടത്തിപ്പ് എന്നിവ പുനഃപരിശോധിക്കണമെന്നും കോളേജ് പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്നവർക്ക് ബിരുദങ്ങൾ നൽകുന്നത് യൂണിവേഴ്സിറ്റി തടയണമെന്നും നിവേദനത്തിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു.